పరిశుద్ధుదలో మగనీయుడవు, నీ వంటి దేవుడు జగమున లేడు. పరిశుద్ధుదలో మగనీయుడవు, నీ వంటి దేవుడు జగమున లేడు. నాలో నిరీక్షణ, నీలో సంరక్షణ, నీకే నా హృదయార్పణ. నాలో నిరీక్షణ, నీలో సంరక్షణ, నీకే నా హృదయార్పణ. బహు సౌందర్య సియోనులో స్తుతి సింహాసనాసీనుడా. బహు సౌందర్యం సియోనులో స్తుతి సింహాసనాసీనుడా. నా యేసయ్య నీ ప్రేమ పరిపూర్ణమై నా హృదయాన కొలువాయనే. నన్ను జీవింపచేసే నీ వాక్యమే నఖిలలోన సంతోషమే. బహు సౌందర్య సియోనులో స్తుతి సింహాసనాసీనుడా. బహు సౌందర్య సియోనులో స్తుతి സിംഹാസനാസീനുടാ. ഹലോ പ്രൈസ് വളർന്നോണ്ട് വിശേഷം സന്തോഷമായിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ നിങ്ങളെ കാണാൻ കഴിഞ്ഞത് വളരെ സന്തോഷം. എന്നാ ഉണ്ട് പ്രിയരെ വിശേഷം? സുഖമായിരിക്കുന്നു. ജലദോഷവും പനിയൊക്കെ ആയിരിക്കില്ലേ? സാരമില്ലെന്നേ, അതും ശരീരത്തിനുണ്ടാകും. ഒരു 6-7 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്നത് ജലദോഷം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് ആവിയൊക്കെ പിടിച്ച് അധികം മഴയൊന്നും നനയാതെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിള്ളേരാകുമ്പം ഈ മഴയൊക്കെ കാണുമ്പം നമ്മുടെ കണ്ണ് വെട്ടിച്ച് വെളിയിൽ ചാടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം. മക്കൾക്ക് ഭക്ഷണം കൊടുക്കണേ എന്നൊരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മക്കൾക്ക് എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് കൊടുക്കണം എന്നല്ല, പിള്ളേരുടെ അപ്പന് കൊടുക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം ആ കഥയ്ക്കകത്ത്. ഞാനത് കഥ പറയാനിപ്പം നേരെയില്ല, എങ്കിലും ഞാൻ സന്ദേശത്തിലേക്ക് വരട്ടെ. ഈ ഞാൻ നോക്കി നിൽക്കുമ്പം യാത്ര ചെയ്യുന്ന ഒരു പിശാചെ ചിലർ പിശാചെന്ന് വിളിക്കും, ചിലർ സാത്താന്ന് വിളിക്കും, ചിലർ ചെകുത്താന്ന് വിളിക്കും, ചിലർ ഡെവിൾ എന്നൊക്കെ വിളിക്കും. എല്ലാം കൂടെ എല്ലാം ഒന്ന് തന്നെയാണ്. ചിലർ പിശാശ് എന്ന് പറഞ്ഞാൽ ശാശ് എന്നാണ് കേൾക്കുള്ളൂ. ശാശ് പി കേൾക്കുകയല്ല. എന്തെല്ലാട്ടെ അവർ ഉദ്ദേശിച്ച സാധനം ഇത് തന്നെയാണ്, ചെകുത്താനാണ്. അപ്പം നോക്കി നിൽക്കുമ്പോൾ ഈ ചെകുത്താൻ ഇങ്ങനെ ആകാശം വഴി ഇങ്ങനെ പാഞ്ഞു പോവുക. അപ്പോൾ എങ്ങോട്ടാണെന്നറിയണ്ടേ നമുക്ക്? നമ്മൾ ഈ ആകാശത്തോട്ട് നോക്കിക്കുമ്പോൾ വിമാനമൊക്കെ പോകുന്നു, അതിനൊരു ലക്ഷ്യ സ്ഥലമുണ്ട് അല്ലേ? അല്ലാണ്ട് ചുമ്മാ കേൾക്കുന്നു എല്ലാവരും കയറിയോ എന്നാൽ വാതിലങ്ങ് അടച്ചേരും, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് എങ്ങോട്ടെങ്കിലും പോകണോ? അല്ല, അതിനൊരു ഡെസ്റ്റിനേഷനുണ്ട്. ആ ഭാഗത്തേക്കാണ് അത് പോകുന്നത്. സ്തോത്രം. എന്ന് പറഞ്ഞ പോലെ ഈ പിശാച് ഇങ്ങനെ പോവുക, പാഞ്ഞു പോയി. നമ്മൾ അതിൻ്റെ ഒപ്പം പോയി. ഞാൻ അതിൻ്റെ ഒപ്പം പിടിപ്പിച്ചു കേട്ടോ. അതെങ്ങോട്ടാണ് പോകുന്ന നോക്കിയപ്പോഴത്തേക്ക് മേരിക്കുട്ടിയുടെ അടുത്തോട്ടാണ് പോണേ. മേരിക്കുട്ടി കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു മീറ്റിങ്ങിനൊക്കെ പോയിട്ട് ശരീര പിശാച ബാധ ഉണ്ടായിരുന്നു. അത് മാറി. പാസ്റ്റർമാരാണ്ട് പ്രാർത്ഥിച്ചു, അത്ഭുതകരമായ വിടുതൽ കിട്ടി. പിന്നെ പള്ളിയിലോട്ട് പോയിട്ടില്ല മേരിക്കുട്ടിയെ. അപ്പം പിശാച് ഇങ്ങനെ, അപ്പം ആ ഒരു കോണ്ടാക്ട് നമ്പർ പിശാചി കളഞ്ഞില്ല. കാരണം ഈ മേരിക്കുട്ടി അറിയാമല്ലോ പിശാചിന്. അതുകൊണ്ട് മേരിക്കുട്ടി ഫ്രീ ആയിരിക്കും എന്ന് വിചാരിച്ചു അല്ലേ, ഫ്രീ ആയിരിക്കും. അപ്പോൾ നേരെ അവിടെ ചെന്ന് മേരിക്കുട്ടിയുടെ വീടിൻ്റെ മണ്ടേ താഴോട്ട് ലാൻഡ് ചെയ്യാനുള്ള പരിപാടിയില്ല. ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് പിശാച് ആ റൺവേ ഒന്ന് നോക്കി. പിശാച് റൺവേ നോക്കിയപ്പം ഞാൻ പോയതിന് ശേഷം എന്നെപ്പോലുള്ള ആരും വന്നിട്ടുമില്ല, ഇനി
നല്ല ആത്മാവോട്ട് കയറിയിട്ടുമില്ല. അപ്പോൾ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ലാതെ കിടക്കുക, നല്ല റൺവേയാണ്. അപ്പം ഈ അടിച്ച് വൃത്തിയാക്കിയപ്പോഴത്തേക്ക് റൺവേ തെളിഞ്ഞു കണ്ടതേ. ഈ അവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് പിശാചിനെ പറഞ്ഞു വിട്ടു, എന്നിട്ട് അതിനെ ശരിയാക്കിയെന്ന. നിങ്ങൾ ഇതെവിടെയാണെന്ന് വെച്ചാൽ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. 11-ാം അധ്യായത്തിൻ്റെ 24 മുതലാണ്. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയിട്ട് നീരില്ലാത്ത പ്രദേശങ്ങൾ തണുപ്പ് തിരിഞ്ഞു നടക്കുന്നു. കാണാഞ്ഞിട്ട് ഞാൻ വിട്ടുപോകുന്ന വീട്ടിലേക്ക് മടങ്ങി ചെല്ലും എന്ന് പറഞ്ഞ് ചെന്ന് അത് അടിച്ചു വാരിയും അലങ്കരിച്ചും കാണുന്നു. അപ്പോൾ അവൻ പോയി തന്നിലും ദുഷ്ടതയേറിയ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. കേട്ടോ, അപ്പം ഈ തൂത്തുവാരി വൃത്തിയാക്കിയിട്ടേക്കുക. പോയ സമയത്ത് ഒരു പരുവത്തിലാണ് പോയത് എന്ന് പറഞ്ഞാൽ റൺവേ ഒന്നും നേരെ പോയി കാണുന്നില്ലായിരുന്നു. എന്തായാലും മേലെ വന്ന് നോക്കിയപ്പോഴത്തേക്ക് എടാ, ഇതിപ്പോൾ എനിക്ക് മാത്രമല്ലോ, എന്നെപ്പോലെ 7 പേർക്ക് ലാൻഡ് ചെയ്യാൻ പറ്റുന്ന റൺവേ ആണല്ലോ. ഇത്രയും വൃത്തിയുള്ള റൺവേ ഞാൻ ഈ അടുത്ത ഭാഗത്തും കണ്ടിട്ടില്ല. പുള്ളി ലാൻഡ് ചെയ്തില്ല. പുള്ളി അവിടെ നിന്ന് 2 പ്രാവശ്യം റൗണ്ട് അടിച്ചപ്പോഴത്തേക്കും ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. ഫുള്ള് ഡെക്കറേഷൻ ചെയ്തേക്കുക. എവിടെ വേണേലും ഏത് ടൈപ്പ് വേണമെങ്കിലും ലാൻഡ് ചെയ്യാം. അപ്പം പുള്ളിക്കാരൻ പുള്ളി ലാൻഡ് ചെയ്യാതെ 1 റൗണ്ട് അടിച്ചു മണ്ടേ കൂടെ. മേരിക്കുട്ടി ഇങ്ങനെ മുറ്റത്തിരിപ്പുണ്ടെങ്കിലും പഴയ സ്വഭാവം ഒന്നും മാറി എന്ന് വേണേൽ പറയാം. പക്ഷേ ഈ അയലോക്കംകാരൻ എന്തോ വർത്തമാനം പറയുന്നുണ്ട്. പക്ഷെ മേരിക്കുട്ടിയുടെ അറ്റത്ത് തെറി പറയാനുള്ള തെറി ഇങ്ങനെ നാക്കിൻ്റെ അറ്റത്ത് വന്നിരിപ്പുണ്ട്. മിണ്ടാൻ പറ്റുന്നില്ല. കാരണം മിനിഞ്ഞാന്ന് വരെ യോഗത്തിനൊക്കെ പോയിട്ട് പിശാചി പോയായിരുന്നു. പക്ഷേ തെറി പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അത്രയും കലി കയറി നിൽക്കുക മേരിക്കുട്ടിയെ. ഈ മേലെ റൗണ്ട് അടിച്ചുകൊണ്ടിരുന്ന പിശാചി തീരുമാനിച്ചു ഇനിയിപ്പം ഇവിടെ നിന്ന് നേരം കളഞ്ഞ കാര്യം നടക്കുക. എത്രയും പെട്ടെന്ന് അവൻ വന്നതിനേക്കാളും സ്പീഡിൽ സൂപ്പർ സോണിക് വിമാനത്തിൻ്റെ സ്പീഡിൽ പോയിട്ട് എവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾ ആ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്താൽ മതി. അവിടെ നിന്നൊക്കെ എല്ലാവരും ബിസിയില്ല, പിശാചുക്കളെല്ലാം ബിസിയില്ല. പക്ഷേ എന്നാലും 7 പേരെ കൂട്ടി ചില ആൾക്കാർ പറഞ്ഞു കാണും. അപ്പം ഒരു പിശാച് ചോദിച്ചു, അത് ഞാൻ വന്നിട്ട് വല്ല കാര്യമുണ്ടോ? അല്ല, നീ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൾ ടി വിയുടെ മുമ്പിൽ ഇരുന്നോളൂ. അങ്ങനെ ഒരു ഗുണമുണ്ടേ. അങ്ങനെയാണെങ്കിൽ ഞാൻ വരാം. ഇപ്പം വേറെ കുട്ടി പിശാചിനോട് ചോദിച്ചു, നീ ഒന്ന് വന്നാൽ ഞാൻ വന്നിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ലെന്നേ. അവളൊന്നും അല്ലെങ്കിലും വൃത്തിയായിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ വൃത്തി മെനയൊക്കെയുള്ള ആളല്ലേ. ഞാൻ വന്നിട്ട് കാര്യം ഇല്ലെന്നേ. നീ വന്നാൽ അവൾ ആരെങ്കിലും കാണുമ്പം നല്ല ചീത്ത പറഞ്ഞോളൂ. നീ ഇടയ്ക്കൊന്നും സഹായിച്ചു കൊടുത്താൽ സപ്പോർട്ട് ചെയ്താൽ മതി. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഏകദേശം 7 പേരെ കൂട്ടിക്കൊണ്ട് 7 പേരും ഒരുമിച്ച് ലാൻഡ് ചെയ്യാൻ പോവാ. 7 എണ്ണം മേരിക്കുട്ടിയുടെ വീടിൻ്റെ മണ്ടേ വന്ന് ഇങ്ങനെ നിൽക്കുക. ആരാദ്യം ലാൻഡ് ചെയ്യുന്നല്ലേ? അയ്യോ, പിന്നെ ലാൻഡ് ചെയ്യാനുള്ള മത്സരമായിരുന്നു. എന്തിനധികം പറയുന്നു, 7 പേരുടെ വന്നു. ഈ പിശാച് ആദ്യമൊന്നും ഈ മേരിക്കുട്ടീനെ വിട്ട് പോയായിരുന്നേ. ആ സമയത്ത് വലിയ കുഴപ്പമില്ലായിരുന്നു. പിശാച് ഉണ്ടായിരുന്ന സമയത്തും വേറെ കുറ്റമൊന്നും ചെയ്യത്തില്ല. ആരാധനയ്ക്ക് പോകും, എല്ലാ പരിപാടിയും ഉണ്ട്, എല്ലാ ആത്മീയ ആക്ടിവിറ്റീസിന് പോകും. പക്ഷേ ആരും അറിയാതെ ഇരുന്ന് സീരിയൽ കാണുമായിരുന്നു. അതേ ഉള്ളായിരുന്നു. ആ ഒരു കുഴപ്പമുള്ളായിരുന്നു. ആ ഒരു പൈശാചിക ശക്തി ഇങ്ങനെ വട്ടം വെച്ച് കിടക്കുകയായിരുന്നു. ചിലർക്ക് അങ്ങനെയല്ല. ചിലർക്ക് എല്ലാത്തിനും പോവും, ആവശ്യമില്ലാത്ത എല്ലാം യൂട്യൂബിനകത്ത് കണ്ടുകൊണ്ടിരിക്കും. പിടികിട്ടിയോ? ചില എല്ലാത്തിനും പോവും, എല്ലാ മീറ്റിങ്ങിനും ആൾ ഉഷാറാണ്. പക്ഷെ കോമഡി കണ്ടില്ലെങ്കിൽ അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ടാണ്. സ്വത്രം. ചില എല്ലാത്തിനും പോകും, ദശാംശം ഇടാനോ അല്ലെങ്കിൽ കൊടുക്കാനോ സ്വത്രക്കാഴ്ചയ്ക്ക് ഈ 10 രൂപ ഇരുന്ന് തിരുമ്മിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. അപ്പം അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ ടൈപ്പിലുള്ളതാണ്. എന്തായാലും ആദ്യം വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ആ പിശാച് തന്നെ മതിയായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ഇപ്പോഴത്തെ മേരിക്കുട്ടിയുടെ അവസ്ഥ കണ്ടാൽ ഞാനത് വായിച്ച് കേൾപ്പിക്കാൻ നേരം നിങ്ങൾക്ക് മനസ്സിലാവും. 26-ാമത്തെ വാക്യം, ദുഷ്ടത ഏറിയ 7 ആത്മാക്കളെ വരുന്നു. അവയും അതിൽ കടന്ന് പാർത്തിട്ട് ആ മനുഷ്യൻ്റെ സ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. നേരത്തെ അല്പമെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നു, ഇപ്പം അതുമില്ല.
വളരെ മോശം സിറ്റുവേഷൻ പോവാം. സത്യമല്ലേ? ഒരുപാട് ആത്മീയതയുടെ പേരിൽ നടക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ലൈഫ് ഹിസ്റ്ററി ഇങ്ങനെ പോവല്ലേ അല്ലേ? ഞാൻ ഈ പറയുന്നതിനകത്ത് വല്ല കുഴപ്പമുണ്ടോ? ഞാൻ പറയുന്നതിനകത്ത് തെറ്റ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ആദ്യം വീഡിയോ വലിക്കുള്ളായിരുന്നു, ആരും അറിഞ്ഞില്ല. 7 വന്നോ, 7 ആണോ 70 വന്നു. ചില ആൾക്കാരുടെ നടപ്പും പാവം എല്ലാം കണ്ടു കഴിഞ്ഞാൽ 7 അല്ല. ഇതിവിടെ 7 ആത്മാക്കളെ കൊണ്ട് വന്നപ്പോൾ ഈ സ്ഥിതി ഇതായി. അപ്പോൾ പിശാചിൻ്റെ യൂണിവേഴ്സിറ്റി ആയിട്ട് നടക്കുക കുറേ ആൾക്കാർ. എന്നാ ചെയ്യാൻ പറ്റും? അവർ പോലും അറിയുന്നില്ല. സ്തോത്രം. സ്ഥിതി മുൻപത്തതിനേക്കാളും ഇപ്പോഴത്തെ സ്ഥിതി ഭയങ്കര ഡേഞ്ചറസായി. സ്തോത്രം. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പറയുന്നത്, പിശാച് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നീട് ദൈവവുമായിട്ടുള്ള നല്ലൊരു കൂട്ടായ്മ ബന്ധം നിങ്ങൾ സ്ഥാപിക്കണം. അല്ലെങ്കിൽ എല്ലാം നന്നായിട്ടിരിക്കുക, വലിയ ആത്മീയതയും ഇല്ല, ഒരു പരിപാടിക്കും പോകാറുമില്ല. പിശാച് പോയി സത്യ, പക്ഷെ ഒരു പരിപാടിക്കും പോകാതിരിക്കുമ്പോൾ ഒരു ശുശ്രൂഷയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആത്മീയ വരമോ ഒന്നും നമ്മിൽ നിന്ന് പുറപ്പെടാതിരിക്കുമ്പോൾ പിശാച് അത് മുതലെടുത്ത് അവൻ്റെ വാസസ്ഥലമാക്കി നമ്മളെ മാറ്റുക. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഒരുപാട് പേർക്ക് അങ്ങനെ സംഭവിച്ചത് അല്ലേ? അയ്യോ, എങ്ങനെ ഇരുന്ന ആൾക്കാരാ, വളരെ സ്ഥിതി മോശമാവും. അതുകൊണ്ടേ ഇന്ന് രാവിലെ കർത്താവിനോട് പറഞ്ഞ, കർത്താവേ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിനകത്തേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാത്ത ഒരു നിമിഷവും വേണ്ട ഞങ്ങൾക്ക്. സ്തോത്രം. പിശാചിൻ്റെ ഓരോ ആക്ടിവിറ്റീസും നിങ്ങൾ ചിലവാകത്തില്ലെന്നേ. നിങ്ങൾ കർത്താവിൻ്റെ കാര്യത്തിൽ എൻഗേജ് ആണെങ്കിൽ പിശാചിൻ്റെ ഒരു തന്ത്രവും നിങ്ങളുടെ ഭവനത്തിനകത്ത്, നിങ്ങളുടെ വീട്ടിനകത്ത് നടക്കില്ല. വിശ്വസിച്ചോ? അങ്ങനെ തന്നെ വിശ്വസിച്ചോ? ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടാകും. ദൈവം നിങ്ങൾക്ക് ഒരു തൂണായിട്ട്, അഗ്നിസ്തംഭമായിട്ട് നിങ്ങളുടെ വീട്ടിനകത്തുണ്ടാകും. ഇന്ന് രാവിലെ അതെ പാസ്റ്റർ, രാത്രി കിടക്കുമ്പം പേടിയാണ്, ഭയമാണ്. അതൊരു ഭയത്തിൻ്റെ ഒരു ആത്മാവാണ്. ചില പിള്ളേരുണ്ടോ, പേടിയാണ് ഭയങ്കര, ഇരുട്ട് കാണുമ്പോഴേ പേടിയാണ്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ആ ഭയം അവരെ വിട്ട് മാറണം. ഞാൻ ഇന്ന് രാവിലെ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്തോത്രം. നിങ്ങളുടെ കുഞ്ഞ് രാത്രി പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് കരയുന്ന കുഞ്ഞാണോ? ഞാൻ ഈ നിമിഷം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവം നിങ്ങളുടെ കുഞ്ഞിൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ ഭയത്തിൻ്റെ ആത്മാവിനെ മാറ്റി അവന് സുബോധത്തിൻ്റെ, ധൈര്യത്തിൻ്റെ ആത്മാവിനെ നൽകും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മാത്രമല്ല, സ്തോത്രം, ഈ പിശാച് അവളെ വിട്ടുപോയതായിരുന്നു, അവിടെ വിട്ടുപോയതാ. പക്ഷെ തിരിച്ചു പോകുന്നത് ക്രൂരമായ, അങ്ങനെ തന്നെ പറയാം, ദുഷ്ടതയേറിയ 7 പേരെ കൊണ്ടാണ് വന്നേക്കുന്നത്. അതുകൊണ്ടാണ് വളരെ മോശമായ രീതിയിലേക്ക് ആ മനുഷ്യൻ്റെ ലൈഫ് മാറിയത്. ഇന്ന് രാവിലെ സ്തോത്രം ഒന്ന് തൂത്തുവാരാൻ പോവാ. ഹൃദയത്തിനകത്തെ സകല ദുഷ്ടൻ്റെ പോരുകളെയും തൂത്തുവാരിക്കളയാൻ പോവാം. കണ്ണുകളടച്ചു പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ പുത്രനിശ്ചിതമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ തിരുസന്നിധിക്ക് അടുത്തു വരുന്നു. കർത്താവേ, ഭയത്തിൻ്റെ ആവികൾ, ആത്മാക്കൾ, എല്ലാ അന്തർകാര മണ്ഡലങ്ങൾ, ദുർമന്ത്രവാദ ശക്തികൾ, ദുരാത്മാവിൻ്റെ സേനകൾ യേശുവിൻ്റെ നാമത്തിൽ ആ ഭാവനത്തെ വിട്ടുമാറട്ടെ, ആ കുഞ്ഞിനെ വിട്ടുമാറട്ടെ. ഈ നിമിഷം തന്നെ ഒരു സൗഖ്യം, വിടുതലും ആ വീട്ടിനകത്തുണ്ടാകട്ടെ. ദൈവം അത്ഭുതം ചെയ്യണം. ഈ നിമിഷം തന്നെ ഞങ്ങൾ ഒരുമിച്ച് കാൽവരിയിലെ രക്തത്താലുള്ള വിടുതൽ അനുഭവിക്കാൻ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അത്ഭുതം ചെയ്താട്ടെ, അവരെ സ്വതന്ത്രരാക്കി ഓർത്ത് സ്തോത്രം. കൃപ ചെയ്യണമേ, യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയരെ, പിന്നെ പിശാച് യാത്ര തുടരുക കേട്ടോ, ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. പിന്നെ പേടിക്കേണ്ട ഒരു കാര്യം കൂടെ പറയാം. കാൽവരി ക്രൂശിൽ അവൻ്റെ തലയെ തകർത്തു. ഇപ്പോൾ ശരീരം മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് പേടിക്കണ്ട. അയ്യോ, എന്നാ മെഴുത്ത പിശാചാന്ന് ചിന്തിച്ച് പേടിക്കണ്ട. നിങ്ങളെ ഒന്നും ചെയ്യാൻ ഈ പിശാചിന് കഴിയില്ല. കാരണം തീ കത്തി നിൽക്കുന്ന, അല്ലെങ്കിൽ ആത്മശക്തി നിൽക്കുന്ന ഒരുവൻ്റെ അടുക്കൽ എങ്ങനെ തീക്കട്ടയിൽ ഉറുമ്പരിക്കും? പറ്റത്തില്ല. അതുകൊണ്ട് ആത്മശക്തിയിൽ നിറയാം. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.